യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ ശ്രോതാവേ, ഈ മഹത്വകരമായിരിക്കുന്ന വചനശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഞാൻ നിന്നെ ഒരു നാളും മറക്കുന്നവനല്ല, നീണ്ട 12 വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന അതിമനോഹരമായിരിക്കുന്ന ദൈവ നടത്തിപ്പിൻ്റെ, ദൈവശക്തിയുടെ വെളിപ്പെടലിൻ്റെ അനുഭവം നാം ഇന്ന് ഒരുമിച്ച് ഷെയർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. അന്ന് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പിന്നിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. യേശുക്രിസ്തു ശിഷ്യന്മാരുമായി വലിയൊരു ജനക്കൂട്ടമായി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അനേക ആളുകൾ യേശുക്രിസ്തു ചെയ്തിരിക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളെ കാണുകയും അനേക രോഗികൾ സൗഖ്യമാകുകയും ചെയ്തു. ദേശത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പരസ്യമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദേശത്തെല്ലാവരും അറിയുവാനിടയായി. യേശുക്രിസ്തുവിനെ കാണുവാൻ ആളുകൾ ഓടിക്കൂടുകയാണ്. അവൻ്റെ നാവിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങളെ ഗ്രഹിപ്പാൻ, അവൻ്റെ ഒരു തൊടലിന് വേണ്ടി, അവൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി അനേക രോഗികൾ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ട സ്ത്രീ നീണ്ട 12 വർഷമായി സമൂഹത്തിൽ ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീ, അവൾക്ക് സമൂഹത്തിൽ യോഗ്യമായിട്ട് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു സ്ത്രീ അശുദ്ധിയായി തീർന്നു കഴിഞ്ഞാൽ അവൾക്ക് സമൂഹത്തിൽ ഇറങ്ങി വരുന്നതിനോ മറ്റ് ചില വസ്തുക്കളെ തൊടുന്നതിനോ സ്പർശിക്കുന്നതിനോ സാധിക്കത്തില്ല. മാത്രമല്ല, അവളെ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അവരും അശുദ്ധമായി തീരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തേക്ക് വരുവാൻ കഴിയാതെ തൻ്റെ ഭവനത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്. 1 വർഷമല്ല, 2 വർഷമല്ല, ദീർഘമായിരിക്കുന്ന 12 വർഷം. നോക്കിയാട്ടെ, 12 വർഷമായി പരസ്യമായിട്ട് ഇറങ്ങി വരാൻ കഴിയാതെ തൻ്റെ ശരീരത്തിൽ വ്യത്യസ്തമായ രോഗത്തിന് അടിമയായി സമൂഹത്തിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭവനത്തിലിരിക്കുന്ന ഈ സഹോദരിയെ സംബന്ധിച്ച് അവൾ വളരെ ദുഃഖിതയാണ്. അവൾക്കൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അവൾക്ക് വരുവാൻ കഴിയത്തില്ല. നല്ലൊരു തുണി കൊടുത്തുകൊണ്ട് അവൾക്ക് സഞ്ചരിക്കാൻ കഴിയത്തില്ല. രക്തസ്രാവമുള്ളൊരു സ്ത്രീ, അവൾക്ക് സമൂഹത്തിൽ വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ വളരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി ഭാരപ്പെട്ടു. അവളുടെ സമ്പത്തൊക്കെയും അവളുടെ ധനമൊക്കെയും അനേക വൈദ്യന്മാരെ കണ്ട്, അനേക ഡോക്ടർമാരെ കണ്ട് അവരോട് പറയുകയാണ്, അല്ലയോ ഡോക്ടറെ, അല്ലയോ വൈദ്യനെ, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ
നിൻ്റെ മെഡിസിന് കഴിയുമോ, നീ എന്നെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിച്ച പണമെല്ലാം കൊടുത്ത് അവർ ആഗ്രഹിച്ച അതേ നിലവാരത്തിൽ എല്ലാ ട്രീറ്റ്മെൻറ്റിനും വിധേയയായി. പക്ഷേ അവളുടെ രോഗത്തിന് സൗഖ്യമുണ്ടായില്ല, രോഗത്തിന് ശമനം വന്നില്ല. അവൾ പിന്നെയും ദുഃഖിതയായിട്ട്, ശരീരം ക്ഷീണിതയായിട്ട് അവൾ കഴിഞ്ഞുകൂടുകയാണ്. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, ലോകത്തിന് മുമ്പിൽ നീ ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു രോഗത്തിന് നീ അടിമയാണോ? നിൻ്റെ സമ്പത്തൊക്കെയും ഡോക്ടർമാരുടെ കൈ കൊടുത്തിട്ട് നിനക്ക് രോഗസൗഖ്യം പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ആയിത്തീർന്നിട്ടുണ്ടോ? നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശുക്രിസ്തു നിന്നെ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന് നിന്നെ സൗഖ്യമാക്കാൻ കൊണ്ട് കഴിയും. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ തുടർന്നുള്ള വാക്യം വായിക്കുമ്പോൾ അവൾ പറയുകയാണ്, ജനക്കൂട്ടത്തിൽ കൂടെ നടന്നു പോകുന്ന യേശുക്രിസ്തു അതുവഴി വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ചെന്ന് യേശുക്രിസ്തുവിനെ കാണും. പക്ഷേ അവൾക്ക് വളരെ ധൈര്യത്തോടെയാണ് പോകുന്നത്. പരസ്യമായിട്ട് മറ്റാരെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ അവളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവളെ ശിക്ഷ വിധിക്കും. കാരണം ഇവൾ അശുദ്ധയാണ്, രക്തസ്രാവമുള്ള സ്ത്രീ, ഇവൾ അശുദ്ധയാണ്, പരസ്യമായിട്ട് ഇറങ്ങി നടക്കാൻ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ അവൾ ഒന്ന് നിശ്ചയിച്ചു, നീണ്ട 12 വർഷമായി ഞാൻ അനുഭവിക്കുന്ന വ്യാധി, ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം, എൻ്റെ രോഗം, ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് എൻ്റെ രോഗത്തിന് ഞാൻ പൂർണ്ണമായ സൗഖ്യം ഞാൻ പ്രാപിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ആളുകളിങ്ങനെ തിക്കിത്തിരക്കി യേശുക്രിസ്തുവായിട്ട് പോകുകയാണ്. എന്നാൽ ആളുകളുടെ ഇടയിൽ കൂടെ അവളിങ്ങനെ നുഴഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കൊണ്ട് കഴിയുന്നില്ല, ആളുകളെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവൾ പറയുകയാണ്, എത്രമാത്രം നീ എന്നെ തള്ളി മാറ്റിയാലും, എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ നീ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, സമൂഹമേ നീ എനിക്കെതിരായിട്ട് വിലക്ക് കൽപ്പിച്ചാലും, ഞാൻ എൻ്റെ യേശുവിനെ ഇന്ന് കാണുമെന്ന് വിചാരിക്കുകയാണ്. അവൾ വിശ്വസിച്ചു. എന്തെല്ലാം പ്രതികൂലം ഉണ്ടായാലും നീണ്ട 12 വർഷമായി ഞാൻ അനുഭവിക്കുന്ന വേദന ആരോടും പറയാൻ കൊണ്ട് കഴിയത്തില്ല, അത്രമാത്രം ഭയങ്കരമാണ്. അവൾ എന്ത് ചെയ്തു? അവൾ അങ്ങോട്ട് ചെല്ലുകയാണ്. വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കൊണ്ട് കഴിയാത്ത അവസ്ഥയിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊടുവാനിടയായി. അനേക ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ട് പോകുന്ന അവസരത്തിൽ യേശു ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞ, കർത്താവേ, ഇത്രയും ആൾക്കാർ നിനക്ക് ചുറ്റും നിന്ന് സഞ്ചരിക്കുന്നില്ലേ, നിന്നെ ആരാണ് തൊട്ടതെന്ന് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരബദ്ധ ചോദ്യമല്ലേ ഇത്? എന്നാൽ യേശുക്രിസ്തു പറയണം, അല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് യേശു പറയുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടതേയുണ്ട്. അവളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. നീണ്ട 12 വർഷമായി അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവളുടെ തീരാ വ്യാധിക്ക് പരിഹാരം വരുവാണ്ടൊക്കണം ഇടയായിത്തീർന്നു. അവളുടെ നാഡീ ഞരമ്പുകളിൽ കൂടെ, അവളുടെ ശരീരത്തിൽ കൂടെ, അവളുടെ തലച്ചോറിൽ, അവളുടെ കൈകാലുകളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? അവൾ സൗഖ്യമുള്ളതായിട്ട് മാറി. ദൈവത്തിന് മഹത്വം. ആരാണ് എന്നെ തൊട്ടതെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവരെ ഭയന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ തൊക്കണം അവൾ ഭയന്നുകൊണ്ട്. കാരണം ന്യായപ്രമാണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെക്കുറിച്ച്, അല്ലെങ്കിൽ അശുദ്ധിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുന്നത്. അവൾ ഭയന്ന് മാറി നിന്നു. യേശു അവളെ വിളിക്കുകയാണ്, നീ അടുത്ത് വരാൻ പറയുകയാണ്. അവൾ ഭയന്ന് വിറച്ചും കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് യേശുവോട് പറയുകയാണ്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തു സൗഖ്യദായകനാണ്. എത്ര തീരാ വ്യാധികൾ പിടിച്ച് ഒരു ഡോക്ടർമാർക്ക് സൗഖ്യമാക്കാൻ കൂടെ കഴിയാത്ത തീരാ വ്യാധിക്ക് നീ അടിമയാണെങ്കിൽ, ഇന്ന് ഈ പ്രക്ഷോഭണ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ,
പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പിതാവേ, യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, സകലത്തിനും സാധ്യമാണ്. എന്തെന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു സ്വന്തം സ്വരൂപത്തിൽ, സ്വന്തം സാദൃശ്യത്തിൽ അവൻ നമ്മെ നിർമ്മിച്ച് നാം ജീവനുള്ള ദേഹിയായി തീരുവാൻ അവൻ നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിത്തന്ന ദൈവമാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, അവനെല്ലാം സാധ്യമാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തക്കണം മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ലോകത്തെ പ്രത്യക്ഷനായി. അനേക ജീവിതങ്ങളെ പിശാച് കെട്ടിയിട്ടിരിക്കുകയാണ്. അനേക ജീവിതങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് സൗഖ്യം പ്രാപിക്കാതിരിക്കാൻ പിശാച് അനേക ജീവിതങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിന്റെ ബന്ധനത്തിൻ്റെ കെട്ടുകൾ ഇന്ന് അഴിഞ്ഞു മാറുവാൻ തക്കണം പോവുകയാണ്. പിശാചേ, നീ കെട്ടിയിട്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ യേശുക്രിസ്തു പ്രവർത്തിക്കുകയാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശു വേദപുസ്തകം ഒരിക്കലൂടെ വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വീണ്ടും ഞാനൊന്നുകൂടെ വായിക്കുന്നു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. നമ്മളെന്താണ് വിശ്വസിക്കുന്നത്? നാം ഒരു കാര്യം വിശ്വസിക്കണം. യേശുവേ, നീ എന്നെ സൗഖ്യമാക്കാനൊക്കെ കഴിയുന്ന ഒരു നല്ല ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ധനമൊക്കെയും ഞാൻ മറ്റു ചില സൗഖ്യത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ഏതെങ്കിലും സ്ഥാനങ്ങളിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി, രോഗത്തിൻ്റെ ഭാരവുമായി, ഹൃദയത്തിൻ്റെ നൊമ്പരവുമായി, കണ്ണുനീരുമായി, സാമ്പത്തിക നഷ്ടങ്ങളുമായി, സമൂഹത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആരെങ്കിലുമേ ദൈവത്തെ പറഞ്ഞ് നിങ്ങൾ ശപിക്കുന്നുവെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ ചിന്തിക്കണം, കർത്താവിന് സാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ്. അവൻ എന്നെ സൗഖ്യമാക്കാൻ കൊണ്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ബെത്സയിദ കുളക്കരയിൽ നീണ്ട 38 വർഷമായി ഒരു മനുഷ്യൻ തളർവാദം പിടിച്ച് ആ കുളത്തിനകത്ത് ദൂതന്മാരിറങ്ങി ആ കുളം കലക്കുമ്പോൾ അതിനകത്ത് ആദ്യം ആരാണോ ഇറങ്ങുന്നത് അവൻ സൗഖ്യം പ്രാപിക്കും. എന്നാൽ നീണ്ട 38 വർഷമായി ആ ബെത്സയിദ കുളക്കരയിൽ ഒരുവൻ കിടക്കുന്നുണ്ട്. 1 വർഷമല്ല, 2 വർഷമല്ല, നീണ്ട 38 വർഷമായി അവനൊരു രോഗസൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണ്. അവനെ ചെറിയ ആരൊക്കെ അവനെ ചുവന്നവിടെ കൊണ്ടാക്കിയതാണ്. അവരൊക്കെ മടങ്ങിപ്പോയി. അനേക ആളുകൾ സൗഖ്യം പ്രാപിച്ച് ഈ ബെത്സയിദ കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറി പോകുന്നത് അവൻ കണ്ടു. അവൻ വിചാരിച്ചു, എന്നെനിക്ക് സാധിക്കും, എന്നെനിക്കൊരു രോഗസൗഖ്യം ലഭിക്കും. അനേക വ്യാധികൾ പിടിച്ചവരെ ദൂതൻ ഈ ബെത്സയിദ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ ആരാണോ അവൻ സൗഖ്യം പ്രാപിക്കും. എല്ലാ ദിവസവും എപ്പോഴും അവൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, എൻ്റെ സൗഖ്യം എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? എനിക്കൊരു സൗഖ്യത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി എനിക്ക് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ കൊണ്ട് കഴിയുമോ? സമൂഹത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാൻ കൊണ്ട് കഴിയുമോ? എനിക്ക് സഞ്ചരിക്കാൻ കൊണ്ട് കഴിയത്തില്ല. എനിക്കൊരു മനുഷ്യനോട് ആഹാരം ചോദിക്കുവാൻ എൻ്റെ കൈകൾ നീട്ടുവാൻ കഴിയത്തില്ല. എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒക്കണം മറ്റൊരാളുടെ സഹായം കൂടാതെ കഴിയാത്ത അവസ്ഥ. എനിക്ക് ശരിയായിട്ട് ഒരു വസ്ത്രമെടുക്കുവാൻ കൊണ്ട് കഴിയാത്ത അവസ്ഥ. നീണ്ട 38 വർഷം ഇതിൻ്റെ കാലദൈർഘ്യം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് യേശുക്രിസ്തു ആ സ്ഥലത്തേക്ക് വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ
നീണ്ട 38 വർഷത്തിന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടായിരിക്കാം യേശു ക്രിസ്തു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, പലപ്പോഴും ചിലർ പറയാറുണ്ട്, ഞാൻ ഇത്ര നാളായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ഇത്ര നാളായിട്ട് ഞാൻ ദേവാലയത്തിൽ പോകുന്നു, ഞാൻ അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നും കഷ്ടതയും നെടുവീർപ്പും വേദനയുമാണല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ച ലഭിക്കുന്നില്ലല്ലോ, എൻ്റെ ഭവനമൊന്നും അനുഗ്രഹിക്കപ്പെടുന്നില്ലല്ലോ, എനിക്കൊരു നല്ല ഭവനം വയ്ക്കുവാനൊക്കെ കഴിയുന്നില്ലല്ലോ. എന്തിനേറെ പറയുന്നു, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് കഴിയാത്ത അവസ്ഥ. അത്രമാത്രം ദാരിദ്ര്യം എന്നെ മൂടിക്കൊണ്ടിരിക്കുകയാണ്, ദാരിദ്ര്യം എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വിലപിക്കുന്ന അനേകം ആളുകൾ ഇന്നുണ്ടല്ലോ, ലോകത്തിൽ അനേകം ആളുകളുണ്ട്. പക്ഷേ യഹോവയായിരിക്കും ദൈവത്തിൽ ആശ്രയിപ്പാൻ തൊക്കണം നീ മനസ്സ് വെച്ചാൽ ദൈവം നിന്നെ സഹായിപ്പാൻ തൊക്കണം നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇവിടെ നാം നോക്കുക, ദൈവം യഹോവയായിരിക്കും ദൈവം പുത്രനായിരിക്കും ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തൊക്കണം, പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ സ്വാതന്ത്ര്യം കൊടുപ്പാൻ തൊക്കണം യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. 38 വർഷമായിട്ട് കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവനോട് ചോദിച്ചു, നീ എത്ര നാളാണ് ഇവിടെ കിടക്കുന്നത്? നിന്നെ ആരാണ് ഇവിടെ കൊണ്ടിട്ടത്? നിനക്കൊരു പ്രത്യാശയുണ്ടോ? നീ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? നിനക്ക് എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അവൻ പറയുകയാണ്, കർത്താവേ, യേശുവേ, കുളം കലക്കുമ്പോൾ എന്നെ അതിൽ ഇറക്കുവാൻ തൊക്കണം എനിക്ക് ആരുമില്ല എന്ന് പറയുകയാണ്, വിലപിക്കുകയാണ്. എത്രമാത്രം ഹൃദയത്തിൻ്റെ ഭാരത്തോടുകൂടിയാണ്. പക്ഷേ യേശു പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ തൊക്കണം ആഗ്രഹിക്കുന്നു, നിൻ്റെ കിടക്കയെടുത്ത് നടക്കുവാൻ പറയുകയാണ്. ഓ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എത്ര പ്രത്യാശകരമായിരിക്കും ജനം, എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ. നീണ്ട 38 വർഷമായിട്ട് നിന്നെ കാർന്നു നിന്നുകൊണ്ടിരുന്ന, നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയുടെ മേൽ യേശു പ്രവർത്തിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവർത്തനം എത്രമാത്രം ശക്തമാണ്. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഈ ബെത്സയിദ കുളക്കരയിലേക്ക് വന്നത് ഈ പക്ഷപാതക്കാരനായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ മനുഷ്യന് വേണ്ടി മാത്രമാണ് വന്നത്. അവനെ വിടുവിക്കാനൊക്കെയാണ് വന്നത്, അവനെ സഹായിക്കാനൊക്കെയാണ് വന്നത്. പലപ്പോഴും നമ്മെ സഹായിപ്പാനൊക്കണം ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൂടെ നാം പോകാറുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ സഹായിപ്പാനൊക്കെ അവൻ ശക്തനായിരിക്കും ദൈവമാണ്, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. അവനൊരു നാൾ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമാകട്ടെ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുടെ മധ്യേ കൂടി നാം സഞ്ചരിക്കുന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ എത്രമാത്രം ആശ്വസിപ്പിക്കുന്നു. ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അനുഭവം, നീണ്ട 12 വർഷമായി രക്തസ്രാവത്തിന് അടിമയായി ഒറ്റപ്പെട്ടു പോയ സ്ത്രീ, കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു. നീണ്ട 38 വർഷമായി രോഗസൗഖ്യം പ്രതീക്ഷിച്ച് ബെത്സയിദ കുളക്കരെ കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യന് യേശുക്രിസ്തു സൗഖ്യം കൊടുത്തു. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പരീശന്മാരും ശാസ്ത്രിമാരും ഒരു സ്ത്രീയെ ഓടിച്ചുകൊണ്ട് വരികയാണ്. കല്ലെറിഞ്ഞ് കൊല്ലുവാണ്ടൊക്കണം അവിടെ പിന്നാലെ വരികയാണ്. യേശുക്രിസ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ സ്ത്രീയെ പിടിച്ചു വെച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, ഇവൾ പാപം ചെയ്തു, ഇവൾ ദൈവത്തിൻ്റെ 7ാം കൽപ്പന, അവൾ വ്യഭിചാരത്തിൽ ഞങ്ങളെ പിടിച്ചു, ഇവൾ പാപിനിയായിരിക്കുന്ന സ്ത്രീയാണ്. യേശുക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരിൽ കുറ്റം കണ്ടെത്തുവാൻ തൊക്കണം പരീശന്മാരും ശാസ്ത്രിമാരും ശ്രമിക്കുകയാണ്. ഏത് രോഗസൗഖ്യം എവിടെ നടന്നിട്ടുണ്ടോ, കർത്താവായ യേശുക്രിസ്തു ഏത് അത്ഭുതം എവിടെ നടത്തിയിട്ടുണ്ടോ, ആ സ്ഥാനങ്ങളിലൊക്കെയും പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിനെ പിന്തുടർന്ന് അവൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അവനെ പാപിയാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് അവനെ വലിച്ചെറിയുവാൻ തൊക്കണം അവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ പിന്നാലെ, ദൈവമക്കളുടെ പിന്നാലെ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ പിന്നാലെ അനേക പരീശന്മാരും ശാസ്ത്രിമാരെ പോലെ കുറ്റം കണ്ടുപിടിപ്പാൻ, അവൻ സംസാരിക്കുന്നത് എന്താണ്,
അവൻ പറയുന്നത് എന്താണ് എന്ന് പറയുവാൻ കൂടി അനേക ആൾക്കാരുണ്ട്. ദാനിയേലിനെ സംബന്ധിച്ച് ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസം 3 പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവൻ സ്വർഗത്തിലെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നവനാണ്. അവനെതിരായിട്ട് ദേശാധിപതികൾ, പ്രധാന ദേശാധിപതികളും മന്ത്രിമാരും മറ്റാളുകളൊക്കെയും കൂടിക്കൊണ്ട് ഈ ഉത്കൃഷ്ടമാനസനായിരിക്കുന്ന, സത്യസന്ധനായിരിക്കുന്ന, വിശ്വസ്തനായിരിക്കുന്ന ഈ ദാനിയേലിനെതിരായിട്ട് അവർ കാരണം കണ്ടുപിടിച്ച് അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയാണ്ടൊക്കണം. രാജാവ് ഇവന് കൊടുക്കുന്ന ആ പ്രാധാന്യത്തിൽ നിന്ന് അവനെ മാറ്റി ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പദവിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദാനിയേലിൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ മേൽ മറ്റൊരു കാര്യം കുറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവർ പറയുകയാണ്, ഈ ദാനിയേലിനെതിരായിട്ട് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, അവൻ വിശ്വസ്തനാണ്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും, അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അനുസരിച്ച് നമുക്ക് അവനിൽ കുറ്റം ആരോപിക്കാമെന്ന് പറയുകയാണ്. ദാനിയേൽ എന്താണ്, ദാരിയാവേസ് രാജാവ് അവനെതിരായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അവനെ കൊന്നുകളയാണ്ടൊക്കണം, അല്ലെങ്കിൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയാണ്ടൊക്കണം ഇടയായിത്തീർന്നു. കൽപ്പനകളൊക്കെ എഴുതി വെച്ചു. എന്നാൽ സംഭവിച്ചതെന്താണ്? അവൻ ദിവസവും ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുമെന്നുള്ള കൽപ്പനയുണ്ട്. പ്രിയമുള്ള ദൈവത്തിൻ്റെ വൈദ്യരെ, കൽപ്പന രേഖ എഴുതി വെച്ചിരിക്കുകയാണ്. നിനക്കെതിരായിട്ട് ലോകം ചില രേഖകളൊക്കെ ചമച്ചു വയ്ക്കും. എന്നാൽ ദൈവത്തിൻ്റെ വൈദ്യരെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. രേഖകളെ മാറ്റിക്കുറിക്കുവാൻ യഹോവയായിരിക്കും ദൈവം നിന്നോട് കൂടെയുണ്ട്. തൻ്റെ മക്കൾക്കെതിരായിട്ട് എന്നെല്ലാം പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. രേഖകളെ മാറ്റിക്കുറിച്ച് സിംഹത്തിൻ്റെ വായടച്ച് തൻ്റെ മകനെ വിടുവിച്ച ദൈവം, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നീ വേദപുസ്തകം പഠിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നീ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ തയ്യാറാകുന്നെങ്കിൽ യേശു നിന്നെ അനുഗ്രഹിക്കും. നീ രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷമായി കഷ്ടത അനുഭവിച്ച ഈ സ്ത്രീയുടെ രോഗത്തിന് ശമനം കൊടുക്കുവാൻ എൻ്റെ യേശു മതിയായവനെങ്കിൽ, നിൻ്റെ രോഗത്തിൽ നിനക്ക് ആശ്വാസം തരുവാൻ അവൻ മതിയായ ദൈവമാണ്. നിൻ്റെ കണ്ണുനീരിനെ അവൻ മറികടക്കുന്ന ദൈവമല്ല. 38 വർഷമായി ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ജീവിതമേ, നിന്നെ ദൈവം സഹായിക്കും, നിന്നെ ശക്തീകരിക്കും. രോഗത്തിൻ്റെ കെട്ടുപാടിൽ കിടക്കുന്ന ദൈവം ജനമേ, നിന്നെ കർത്താവ് സ്നേഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിശാചിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് വിടുതലിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അപ്രകാരം ചെയ്തിരിക്കുക. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയനപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമരളണം. കരുണയുള്ള ദൈവമേ, ആമേൻ.